എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അത് വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഈ കുറേ പ്രാവുകളെ പൂച്ചയൊക്കെ പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് ഗൈസ്. അത് കാരണം നമ്മളിവിടെ ഒരു ഷെഡ് പോലെ കെട്ടിയിട്ടുണ്ട് ഗൈസ്. കണ്ടോ ഗൈസ്? ഞാൻ ഇതിൻ്റെ വെളിയിൽ നിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ഗൈസ് നമ്മളെ വെളിഭാഗം. കണ്ടോ ഗൈസ്? ഫുള്ള് ഷെഡായിട്ട് നല്ല പൂച്ച കയറാത്ത രീതിക്ക് കെട്ടിയിട്ടുണ്ട്. ഞാൻ പിന്നെ കുറച്ച് പുതിയ പ്രാവുകളെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് കാണിച്ചു തരാം. അതിനു മുമ്പേ നമുക്കൊരു 2 പ്രാവിനെ എടുത്ത് പറത്താം. ഏതൊക്കെ പ്രാവെന്ന് പറയുന്നത് ഈ ഒരു പ്രാവും ഈ ഒരാണും ഈ ഒരു പെണ്ണും കൂടെയാണ് ഗൈസ് നമ്മൾ പറത്താൻ പോകുന്നത്. അതിനെ എടുക്കാം ആദ്യം. ഗൈസ് നമ്മൾ 2 പ്രാവിനെ എടുത്തിട്ടുണ്ട്. ഈ 2 പ്രാവിനെ നമുക്ക് പറത്താം. ഗൈസ് പോകുന്നുണ്ട് പ്രാവ് പറന്ന്. ഇതിനി എത്ര നേരം പറക്കുമെന്ന് നമുക്ക് ഇവിടെ നിന്ന് തന്നെ നിരീക്ഷിക്കാം. അത് പറക്കട്ടെ ഗൈസ്. നമുക്ക് പുതിയ പ്രാവിനെ കാണാം. ഗൈസ് ഒരു ജോഡി പ്രാവാണ് ഗൈസ് എടുത്തിരിക്കുന്നത്. ഒരു വെള്ള പ്രാവും ഒരു സബ്ജ പ്രാവും. വെള്ളപ്രാവ് എന്ന് പറയുന്നത് ഒരു ചാമ്പ കയറി വരുന്നുണ്ട് കേട്ടോ ഗൈസ്. കണ്ടോ ഗൈസ്? ചാമ്പ പോലെ ചെറുതായിട്ട് ബ്രൗൺ കളർ കയറി വന്നിട്ടുണ്ട്. നല്ല കിടിലം പ്രാവാണ്. സബ്ജ വരുന്നത് നല്ല ഇനമാണ് ഗൈസ്. ഒരു ജോഡിയായിട്ട് എടുത്ത് 1000 രൂപയ്ക്കാണ് ഗൈസ് ഞാൻ ജോഡിയായിട്ട് എടുത്തിരിക്കുന്നത്. കണ്ടോ ഗൈസ്? ഇതാണ് എൻ്റെ കൂട്ടിൻ്റെ അപ്ഡേഷൻ. പിന്നെ വേറൊരു പ്രാവ് എടുത്തിട്ടുണ്ട് ഗൈസ്, കാണിച്ചു തരാം നിങ്ങൾക്ക്. കണ്ടോ ഗൈസ്? ഇതാണ് കിങ്. എല്ലാവർക്കും അറിയാനുള്ള പ്രാവാണ്. ഇതെടുത്തോ, ഞാൻ ഒറ്റയ്ക്ക് എടുത്തതേ ഉള്ളൂ. 1000 രൂപയായി ഗൈസ് ഈ ഒരു പ്രാവിന്. ബാക്കിയുള്ള പ്രാവിന് വേറൊരു കാര്യമുണ്ട് ഗൈസ്, കാണിച്ചു തരാം. എൻ്റെ പ്രാവ് മുട്ടയിട്ട് ഒരു കുഞ്ഞായിട്ട് നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ പെണ്ണിനെയാണ് ഗൈസ് നമ്മളിപ്പം പറത്തിയിരിക്കുന്നത്. സെറ്റ് വെള്ള കുഞ്ഞാണ് ഗൈസ്. ഇതിനെ പറത്തുന്ന വീഡിയോ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. ബാക്കിയുള്ള പ്രാവിനെയൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ ഗൈസ്. ഇനി നമ്മൾ പറത്തിക്കൊണ്ടിരിക്കുന്ന പ്രാവിനെ നമുക്ക് കാണാം. നമ്മൾ പറത്തിക്കൊണ്ടിരിക്കുന്ന പ്രാവ് പതുക്കെ ലോങ് കയറി പൊയ്ക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഗൈസ്. ഇത് പതുക്കെ നിന്ന് പറന്നിട്ട് പെട്ടെന്ന് അങ്ങ് ഹൈ കയറും. പതുക്കെ ഇങ്ങനെ പറക്കുന്നതേ ഉള്ളൂ ഗൈസ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഈ കൂടിൻ്റെ ഇവിടെയൊക്കെ പ്രാവിനിരിക്കാൻ ചെറിയൊരു തെർമാക്കോൾ പോലത്തെ ഒരു ഭാഗമാണ്, ഒരു ബോക്സാണ്. അതിൽ നമ്മൾ ഹോളിട്ട് പ്രാവിനെല്ലാം പറന്ന് തുറന്നു വിടുമ്പോൾ ഇവിടെയൊക്കെ വന്നിരിക്കാൻ അതിന് ഇഷ്ടപ്പെട്ട സ്ഥലം പോലെയാണ് ഗൈസ്. കണ്ടോ? എൻ്റെ തന്നെ ഈ 2 കൂട്ടിലുണ്ടായിരുന്ന പ്രാവിനെ പൂച്ച പിടിച്ചോണ്ടുപോയി. അത് കാരണമാണ് ഞാൻ ഈ നെറ്റൊക്കെ ഇട്ട് ഒരു ഷെഡ് പോലെ ആക്കിയിരിക്കുന്നത്. കണ്ടോ ഗൈസ്? ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയറും ചെയ്യൂ. താങ്ക് യു.